ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് അബി. സോ നമ്മൾ കളിക്കുന്നത് എഫ് സി മൊബൈൽ. സോ നമ്മുടെ ടീം ഓഫ് ദി സീസൺ പാക്ക് ഓപ്പണിംഗ് ആണ് ഗൈസ് ഇന്ന്. ഞാൻ 10,000 ജെംസൊക്കെ, അതായത് ഡയമണ്ടൊക്കെ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. പാക്കൊക്കെ തുറക്കണം ഗൈസ്. സോ അതിലോട്ടൊക്കെ പോകാം ഗൈസ്. അതിന് മുന്നേ തന്നെ നമ്മൾ എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ വീഡിയോയിലേക്ക് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഈ വെക്കേഷൻ തീരുന്നതിന് മുന്നേ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കണം ഗൈസ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബറിനെ അടിച്ച് കലക്ക്. നമുക്ക് സ്റ്റോറിലോട്ട് പോകാം. സോ അപ്പം നമുക്ക് കുറേ പാക്കൊക്കെ തുറക്കണം. എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു പ്ലെയറെ കിട്ടിയിട്ടുണ്ടായുള്ളൂ ഗൈസ്. അതൊരു 107 ST ആണ് ഗൈസ്. ഇതാണ്ട് ഇതാണ്ട് ഇവനാണ് ഗൈസ്. ഈ കാർഡ് അടിപൊളി കാർഡാണ് ഗൈസ്. 2-3 ദിവസം മുന്നാണ് കിട്ടിയത് ഗൈസ്. സോ നമുക്ക് ബാക്ക് ഓപ്പണിലോട്ട് ചെല്ലാം ഗൈസ്. ആദ്യമേ നമുക്ക് ഡെയിലി ബണ്ടിൽ തന്നെ തുറക്കാം. ഇതിൽ നിന്ന് എല്ലാം കിട്ടുമോ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ 5 പ്ലേസിന് കിട്ടും. നേരത്തെ 2 പ്ലേസും പൈസയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ടീം ഓഫ് ദി സീസണിലായിട്ടാണ് എല്ലാം മാറി ഗൈസ്. സോ നല്ല പ്ലേസൊക്കെ കിട്ടുമായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ഓഫ് ദി സീസൺ ഇത്തവണ എനിക്ക് വർക്കൗട്ടൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. കഴിഞ്ഞാണ് അത്രയും വലിയ സുഖമില്ല. നെതർലാൻഡ് കീപ്പർ എജെക്സ് ഇത്തെ ബാക്കിൽ നമ്മൾ കിട്ടിയില്ല ഗൈസ്. ഇനി ബാക്കിയുള്ള ബാക്കിലോട്ട് പോകാം ഗൈസ്. ഇനി നമുക്ക് അൺലിമിറ്റഡ് വണ്ടിയിൽ ഇറക്കാം ഗൈസ്. ഇതിലെനിക്ക് ചെറിയ പ്രതീക്ഷയുണ്ട്. അൺലിമിറ്റഡ് വണ്ടിയിലാണ്ട് തന്നെ നല്ല പ്ലേസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഞാനൊരു കാര്യം വിചാരിക്കായിരുന്നു ഗൈസ്. നമ്മളെപ്പോഴും വീഡിയോയിൽ എന്താ പറയുക, വീഡിയോ ഇടുന്ന നമ്മൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നത്. ഞാൻ വെച്ചാൽ നമുക്ക് ലൈക്ക് ടാർഗറ്റ് അറിയില്ല. നമുക്ക് ഈ വീഡിയോ 1K ലൈക്ക് തരാൻ പറ്റും. എനിക്കറിയാൻ പറ്റില്ല എന്ന്. എന്തെങ്കിലും നമ്മൾ 1K എന്ന് പറഞ്ഞാൽ ഒരു 10 സബ്സ്ക്രൈബേഴ്സിനും കിട്ടത്തുള്ളൂ. അല്ല, 10 ലൈക്കെങ്കിലും കിട്ടത്തുള്ളൂ. ഓക്കെ, ഫ്രാൻസ് വൈറ്റിങ് പാരീസ്. ഓക്കെ, ഡെമ്പലെയാണോ? എടാ 108. എൻ്റെ അമ്മ 108 ഗ്യാസ്. ലൈക്ക് അടി ഗ്യാസ്. നമുക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ 1K ലൈക്ക് അടിക്കാൻ പറഞ്ഞതേ ഉള്ളൂ ഗ്യാസ്. അപ്പോഴത്തേന് 108 പ്ലെയർ ഗ്യാസ്. ലൈക്ക് അടി ഗ്യാസ്. ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്ക് ഗ്യാസ്. അടുത്ത വാക്ക് നമുക്ക് തുടങ്ങാം ഗ്യാസ്. ഞാനെന്താ പറഞ്ഞു ഓക്കെ, അതുപോലെ ഞാൻ 1K ലൈക്കാണ് പറയാമെങ്കിൽ ഒരു 10 ലൈക്കെങ്കിലും മാക്സിമം കിട്ടത്തുള്ളൂ ഗൈസ്. 10 ലൈക്കൊക്കെ കിട്ടിയിട്ട് ആൾ പറയാം ഗൈസ് വീഡിയോ. ഓക്കെ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ്. ഓക്കെ, നമുക്ക് അടുത്ത ബാക്ക് തുറക്കാം. അടുത്ത ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രാൻസ് വീണ്ടും പാരീസ്. ഇത്തവണ പാരീസ് എന്നാണ് കിട്ടിയത് ഗൈസ്. 2 തവണ ഡെമ്പലെ കിട്ടിയെന്ന് പറയായിരുന്നു. സോ നമ്മുടെ ലാസ്റ്റ് പാക്കാണ് ഡയമണ്ട് കൊണ്ടുള്ളത്. പാക്കൊക്കെ തുറക്കണം ആഗ്രഹമുണ്ട് ഗൈസ്. നമുക്ക് തുറക്കാൻ നോക്കാം ഗൈസ്. വീഡിയോ വളരെ ചെറുതായിപ്പോയി എന്നൊരു സംശയമുണ്ട്. അത് ഇതിനകത്തൊന്നുമില്ല. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീമിയർ ലീഗൊക്കെ ഇനിയും വരാൻ കുറേ ദിവസങ്ങളുണ്ട്. അപ്പോഴത്തേനും അതിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ഞാൻ നോക്കാം ഗൈസ്. ഡയമണ്ടൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിച്ച് നോക്കാം. ഓക്കെ, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെനിക്ക് കുറേ കിട്ടിയതാണ് ഗൈസ്. ഡയമണ്ടല്ല, എന്ത് 34 ഉള്ളൂ ഡയമണ്ട്. ഇനി നമുക്ക് എക്സ്ചേഞ്ചസിലോട്ട് പോകാം. ഇതിലെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പാക്ക് ഇല്ല. ടോട്ട്സ് ഇതെനിക്ക് എടുക്കാമല്ലോ. എത്ര ടോക്കൺ ഇല്ലേ? ഇതെൻ്റെ എത്ര ഉണ്ട്? 60. ഇത് എത്ര ആണോ അറിയത്തില്ല. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഇത് എത്ര ലിമിറ്റ് ഉണ്ട്? 1 ദിവസം ലിമിറ്റ് ഉള്ളൂ. ഞാനൊക്കെ ഇതങ്ങ് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. എത്ര വേണം നോക്കാം. ഇത് വെച്ചിട്ട് എന്താ ഗൈസ്, വല്ല പ്ലെയറിനെ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഗൈസ്? അറിയില്ല. ടോക്കൺ വെച്ചിട്ട് ഞാൻ ചെയ്യില്ല, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും നേരെ പോകാം. ഓക്കെ, ഇവിടെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഫ്രീ പാക്കാ 100-109 ഫ്രീ പാക്ക്. അത് വിളിച്ച് ഗൈസ്. നമുക്ക് ഡെമ്പലെയാണ് കിട്ടിയത് ഗൈസ്. നമുക്ക് ലിഫ്റ്റ് ബട്ട് എപ്പോഴും റൈറ്റിങ്ങാണ് കിട്ടുന്നത്. ഈ ബാർക്കോളെ തന്നാൽ മതി ഗൈസ്. ബാർക്കോളയും കൂടെ തന്നാൽ 2 പാരീസ് ലെഫ്റ്റ് വിങ് അല്ല വിങ്ങേഴ്സ്
ബേക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, പ്ലീസ് ഗിവ് എ ഗുഡ് കാർഡ്. ഓക്കെ ഓക്കെ, ഇങ്ങനെ തന്നെ ട്രാൻസ്ഫറൻസ് നെതർലാൻഡ്. എന്തിനാണ് നെതർലാൻഡ് ഗോളി വേണ്ട, ചെറിയ വേണ്ട ഗൈസ്. ഇവനൊക്കെ എന്തിനാ 101 ഗോളി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുത്തനെയും വേണ്ട ഗൈസ്. വീണ്ടും ആ ബാർക്കോളയ്ക്ക് വേണ്ടി ഞാൻ കറക്കുവാണ് ഗൈസ്. ബാക്ക് പ്ലീസ് ഗിവ് മീ ദാറ്റ് ബാർക്കോള ഗൈസ്. പ്ലീസ് 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 പ്ലീസ്. ഓക്കെ കൊണ്ടുവന്നു ഗൈസ്. ഫ്രാൻസ് 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 ഫ്രാൻസ്. ഏതാണ് ഈ രാജ്യം? ചെയ്ത ഐവറി കോസ്റ്റോ. ഓ 84 സിംഗോ. What I do guys. നമുക്ക് ഡെമ്പലെ കോയിൻ ഓഫറോ? അയ്യേ എന്താ ഡാമേജ് വേണ്ടിയിട്ടാണോ ഇതൊക്കെ കൊടുക്കണ്ടേ? നമുക്ക് പോയി നോക്കാം ഗൈസ്. ഡെമ്പലെ നോ, നമുക്ക് ടീം ഓഫ് സീസണിലോട്ട് പോകാം. Here we go, 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 here we go. പാട്ടുപാടി പട്ടി നടക്കാൻ അതൊക്കെ ഞാൻ കുറച്ച് ഓർമ്മ ഗൈസ്. നോക്കട്ടെ. തുമ്പലേ 100 ടോക്കൺ. ബട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത്രയും കിട്ടത്തില്ലായിരിക്കും. നമുക്ക് പോയി നോക്കാം ഗൈസ്. എക്സ്ചേഞ്ച് പട്ടില്ല, പെട്ടെന്ന് തരണം. എടാ 150. അയ്യേ എടാ ഇവന്മാർക്ക് 10 ടോക്കൺ 10 കിട്ടത്തുള്ളൂടാ ഷാട്. അയ്യേ വേണ്ട വേണ്ട, ഇതിൽ നിന്നല്ല നമ്മൾ കൈ വെക്കുന്നത്. എടാ ഇപ്പം 120 ടോക്കണോ? അവന്മാരെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 200 ടോക്കൺ എൻ്റെ കയ്യിൽ മാക്സിമം കിട്ടും. 200 ടോക്കണില്ല, 100 ടോക്കണില്ല. 106 അവിടെ എനിക്ക് ബാർക്കോള വേണം. ബാർക്കോളയുടെ കാർഡിൻ്റെ നോക്കാം. സ്റ്റാറ്റ്സ് 128 ബേസ്, 104 ഷൂട്ടിങ്, 103 പാസിങ്, 119 ഡ്രിബിളിങ്. 127 ബേസ്, 109 ഷൂട്ട്, 108 പാസിങ്, 124 ഡ്രിബിളിങ്. എന്തോ വേണം ഗൈസ് ഡെമ്പലേക്ക്. ഇവനൊക്കെ എന്തൊക്കെ ഇല്ലെങ്കിലും കാണാം ഗൈസ്. അടിപൊളി, ഒന്നും പറയാനില്ല. സോ നമുക്കതിലൊക്കെ പോകണം. പിന്നെ ഞാൻ ഐക്കൺ നോക്കണം എക്സ്ചേഞ്ച് ചെയ്ത് എന്തിനാണെന്ന് കൂടി നോക്കണം ഗൈസ്. കക്കട മാച്ച് കളിച്ച്, അതായത് ഈ ടോക്കൺ വെച്ചിട്ട് എന്ത് ചെയ്യണ്ടേന്ന് പറയുന്നത്. വട്ട് 106 ആരാ 15 ഗോൾ സ്കോർ ചെയ്ത് 50 ടോക്കൺ ഉണ്ട്. ഈ ട്രെയിൻ 50 ടോക്കൺ ഇവിടെ ടോക്കൺ കൊടുത്ത്. എടാ 200 ടോക്കൺ കൊടുത്ത് അവിടെ ഒരു മാച്ച് കളിക്കുന്നത്. കളിച്ചെന്തുവാ എടാ ഇത് വേണ്ട, ഇതെനിക്ക് ശരിയാത്തില്ല. ഇത് വേണ്ട. എടാ നമ്മൾ ലീഗുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഭയങ്കര മോശമായി. നമുക്കിനി ഡെമ്പലെ കണ്ടിന്യൂയില്ല. എൻ്റെ 2 സ്ട്രൈക്കറുള്ള ലീഗാണ് ഗൈസ്. എടാ അതിപ്പോൾ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആലോചിക്കുന്നത്. റൈറ്റ് ഇങ്ങനെ വേണ്ട സമയത്ത് കിട്ടത്തില്ല. ചാൻസസിനെ ഇങ്ങനെ എടുത്ത് കളയും. വിലയും കിടപ്പുണ്ട്. ഐഡിയ ഫോർമേഷൻ പഴയതിലോട്ട് മാറ്റിയാൽ തന്നെ സാഞ്ചസ് വിട്ടുപോകും. യെസ് ഗൈസ്. അതെന്തിലെനിക്ക് ഓക്കെ വിട്ടുപോകും ഗൈസ്. നോക്കാം, നല്ലൊരു ഫോർമേഷൻ നോക്കാം. 2 സ്റ്റോറിയാണ്. അപ്പം ഞാൻ ഇവനെ ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇവിടെ വീട്ടിൽ ഇവനെ കൊണ്ട് എക്സ്ചേഞ്ച് അടിച്ചിട്ട് അവിടെ നമ്മുടെ മറ്റേ പാക്ക് കുറന്ന് വല്ല ആളെ കിട്ടിയാലോ. സോ അതൊക്കെ എടുത്തോളാം ഗൈസ്. നോക്കാം ഗൈസ്, അവിടെ നിന്നെല്ലാം കിട്ടുമെന്ന് ഗൈസ്. കിട്ടിയടാ നോക്കാം ഗൈസ്. ഓക്കെ ഇത് നോക്കാം ഗൈസ്. ടോക്കൺ അടിച്ച് എന്തോ കിട്ടുമെന്ന്. ഇവനെ ടോക്കൺ കൊടുത്താൽ വെറും 30 ടോക്കണൊക്കെ കാര്യമുള്ളതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പാക്കടിച്ച് പോരാ. അത്ര ഗൈസ്. എൻ്റെ ടീമിന് എക്സ്ചേഞ്ചിലാണ് നടക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ആക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസം. 2500 ടോക്കണം. അത് പൊളിച്ച് കഴിച്ച് എല്ലാത്തിനും ഒരു 8000 ടോക്കണം. ഓൾറെഡി എത്ര ഉണ്ടല്ലേ അറിയാൻ പാടില്ലേ. സീരീസിലേക്ക് കിട്ടില്ല. അടിപോയി.
നൂബോ ബൈ ബൈഡാ. ഇത്ര നാളെ ചെയ്ത ഉപകാരത്തിനെല്ലാം ടാറ്റ. യെസ് 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 ബൈ ഗുഡ് ബൈ. ഓക്കെ എക്സ്ട്രാ ടൈമിലോട്ട് എത്തി ഗൈസ്. അവിടെ 12,000-നാണ് ആ പാക്ക് കിടക്കുന്നത്. ഏറ്റവും വില കൂടിയെന്ന് തോന്നുന്നു ഗൈസ്. പ്ലീസ്